ഹലോ. കേരളത്തിലെ ഒരു പ്രസിദ്ധ കഥാപ്രസംഗകനായിരുന്നു വി സാംബശിവൻ. 1929 ജൂലൈ 4 കൊല്ലം ജില്ലയിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. ചവറ തെക്കും ഭാഗം നടുവത്തുചേരി മേലോട്ട് വേലായുധന്റെയും ശാരദയുടെയും മൂത്ത പുത്രനായിരുന്നു സാംബശിവൻ. ചവറ സൗത്ത് ഗവൺമെന്റ് യു പി സ്കൂളിലും കൃഹാനന്തപുരം സംസ്കൃത സ്കൂളിലും ചവറ ശങ്കരമംഗലം സ്കൂളിലുമായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. കൊല്ലം എസ്.എൻ. കോളേജിൽ നിന്ന് BA 1ാം ക്ലാസ്സിൽ പാസ്സായി. ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷൻ അഥവാ AISFന്റെ നേതാവായിരുന്നു അദ്ദേഹം. 1857 ഗൃഹാനന്തപുരം ഹൈസ്കൂളിൽ അധ്യാപകനായി. 1960 BEd പാസ്സാവുകയും ചെയ്തു. 1957 അദ്ദേഹത്തിന്റെ വിവാഹം. സുഭദ്രയാണ് ഭാര്യ. മൂത്ത മകൻ വസന്തകുമാർ സാംബശിവൻ. അദ്ദേഹം ഇപ്പോഴും കഥാപ്രസംഗ രംഗത്തുണ്ട്. വസന്തകുമാറിനെ കൂടാതെ അദ്ദേഹത്തിന് 4 മക്കളുണ്ട്. 1949 ഓണക്കാലത്തെ ചതയനാളിൽ രാത്രി 8 മണിക്ക് ഗൃഹാനന്തപുര ക്ഷേത്ര സന്നിധിയിൽ മൈക്കില്ലാതെ കത്തിച്ചു വെച്ചിരുന്ന പെട്രോമാക്സിന്റെ വെളിച്ചത്തിൽ വി സാംബശിവൻ തന്റെ ആദ്യ കഥാപ്രസംഗം അവതരിപ്പിച്ചു. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ദേവത, സംസ്കൃത പണ്ഡിതനും കവിയും ഗൃഹാനന്തപുര സംസ്കൃത സ്കൂളിൽ അധ്യാപകനുമായിരുന്ന O. നാണു ഉപാധ്യായനായിരുന്നു ഉദ്ഘാടകൻ. സാധാരണക്കാരന് മനസ്സിലാവുന്ന ശൈലിയിൽ കഥ പറയണം. ഉദ്ഘാടന പ്രസംഗത്തിൽ നിന്ന് സാംബശിവന്റെ മനസ്സിൽ ഒരു കെടാദീപമായി കൊളുത്തപ്പെട്ട ആപ്തവാക്യമായിരുന്നു അത്. കലാശാല വിദ്യാഭ്യാസം ചെയ്യാൻ എനിക്ക് കലശലായ മോഹം, പക്ഷേ പണമില്ല. ഞാനൊരു കഥ പറയാം, പകരം പണം തന്ന് എന്നെ സഹായിക്കണം. വി സാംബശിവന്റെ ആദ്യ വേദിയിലെ ആമുഖ വാചകങ്ങളായിരുന്നു ഇവ. കഥ ആസ്വാദകരുടെ മനസ്സിൽ തട്ടി ആയിരക്കണക്കിന് വേദികൾ അദ്ദേഹത്തെ തേടിയെത്തി. പഠിക്കുന്ന കാലത്തും തിരക്കുള്ള കാതികനായി കഥ പറഞ്ഞ് കേരളത്തിലാകെ മുന്നേറി. ദേവതയ്ക്ക് ശേഷം കൊച്ചു സീത, മഗ്ദലന മറിയം, വാഴക്കുല, ആയിഷ, റാണി, പട്ടുനൂലും വാഴനാരും, പ്രേമശില്പി, പുള്ളിമാൻ എന്നീ കഥകൾ അദ്ദേഹത്തിന് വേദിയിൽ പ്രതിഷ്ഠ നേടിക്കൊടുത്തു. 1963 കഥാപ്രസംഗ വേദിയിൽ ഒരു വഴിത്തിരിവ് സൃഷ്ടിച്ചുകൊണ്ട് വിശ്വസാഹിത്യകാരനായ ലിയോ ടോൾസ്റ്റോയിയുടെ ദി പവർ ഓഫ് ഡാർക്ക്നെസ് എന്ന നാടകം അനീസി എന്ന പേരിൽ കഥാപ്രസംഗമായി അദ്ദേഹം അവതരിപ്പിച്ചു. ഒഥല്ലോ ദി മൂർ ഓഫ് വെനീസ് എന്ന വിഖ്യാത ഷേക്സ്പിയൻ ദുരന്ത നാടകം ഷേക്സ്പിയറുടെ ജന്മചതുശതാബ്ദിയായിരുന്ന അതായത് 400ാം ജന്മവാർഷികം 1964 സാംബശിവൻ കഥാപ്രസംഗ വേദികളിലെത്തിച്ചു. ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷനിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ സാംബശിവൻ അടിയുറച്ച കമ്മ്യൂണിസ്റ്റായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് വിലക്ക് ലംഘിച്ച് കഥ അവതരിപ്പിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. NM ശ്രീധരൻ സംവിധാനം ചെയ്ത പല്ലാങ്കുഴി എന്ന ചിത്രത്തിൽ നായകനായി സാംബശിവൻ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയിലെ ഏതു നാട്ടിലാണോ എന്ന ഗാനം വളരെ പ്രസിദ്ധമാണ്. ഏറ്റുമാനൂർ ശ്രീകുമാർ രചിച്ച് K. രാഘവൻ ഈടം നൽകിയ ഈ ഗാനം ആലപിച്ചത് യേശുദാസും S. ജാനകിയും ചേർന്നാണ്. 1980 കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പും അദ്ദേഹത്തിന് നേടി. അദ്ദേഹത്തിന്റെ പ്രധാന നോവലുകൾ ദിവ്യതീർത്ഥം, അർത്ഥം, കഥാപ്രസംഗം അമേരിക്കയിൽ, കഥാവേദിയുടെ കാൽച്ചിലമ്പൊലി, കഥാപ്രസംഗ കലാവിദ്യ, വ്യാസനും മാർക്സും തുടങ്ങിയവയാണ്. സാംബശിവന്റെ കഥാപ്രസംഗ ട്രൂപ്പിൽ അദ്ദേഹം ഉൾപ്പെടെ 6 അംഗങ്ങളുണ്ടായിരുന്നു. കൊച്ചി രാജപ്പൻ തബലിസ്റ്റ്, കടവൂർ മധു, വെൺമണി വിജയകുമാർ ഹാർമോണിസ്റ്റുകൾ, ചങ്ങനാശ്ശേരി രാജൻ, ബാബു യൂസഫ് തുടങ്ങിയവർ അദ്ദേഹത്തിന്റെ ട്രൂപ്പിൽ ഉണ്ടായിരുന്നു. വിവിധ രാജ്യങ്ങളിൽ സഞ്ചരിക്കുകയും 1000-ലധികം ഷോകൾ അവതരിപ്പിക്കുകയും ചെയ്തു. കൂടാതെ അദ്ദേഹത്തിന്റെ ട്രൂപ്പ് ഏകോപനവും ടീം വർക്കുകളും ശ്രദ്ധേയമായിരുന്നു. 20ാം നൂറ്റാണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബിമൽ മിത്രയുടെ 20ാം നൂറ്റാണ്ട് നോവലിനെ അടിസ്ഥാനമാക്കിയായിരുന്നു സാംബന്റെ ഈ കഥാശില്പം. അടിയന്തരാവസ്ഥയുടെ പ്രയോക്താക്കൾക്കെതിരെ ഈ നോവലിനെ വ്യാഖ്യാനം ചെയ്ത് അവതരിപ്പിക്കുകയായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് ഗാന്ധിയുടെ മാരുതി കാർ സംരംഭവുമായി ബന്ധപ്പെടുത്തി കഥയിൽ അവതരിപ്പിച്ചിരുന്ന പരിഹാസം അധികാരികൾക്ക് രസിച്ചിരുന്നില്ല. മറ്റു ചില മന്ത്രിമാരുടെ കയറ്റുമതി വ്യവസായത്തിനെതിരെയും സാംബൻ കഥയിലൂടെ രൂക്ഷ പരിഹാസമുയർത്തി. 1976 മാർച്ച് 8 മിസ പ്രകാരം സാംബശിവനെ അറസ്റ്റ് ചെയ്ത് പൂജപ്പുര ജയിലിലടച്ചു. 10 മാസത്തെ ജയിൽവാസത്തിന് ശേഷം അദ്ദേഹത്തെ മോചിപ്പിക്കപ്പെട്ടു. സാംബശിവന് 1995 ന്യൂമോണിയ ബാധ ഉണ്ടായി. പിന്നീട് ശ്വാസകോശത്തിൽ അർബുദവും ബാധിച്ചു. 1996 ഏപ്രിൽ 23 67ാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. മൃതദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ സുഭദ്ര 2021 ഫെബ്രുവരി 20 81ാം വയസ്സിൽ അന്തരിച്ചു. പ്രേക്ഷകരെ തന്റേതായ ശൈലിയിലൂടെ ആകർഷിക്കുവാനും ആരാധന നേടിയെടുക്കാനും സാംബശിവൻ എന്ന കലാകാരന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നും മലയാളികൾ അദ്ദേഹത്തെ മറക്കാത്തതിനും കാരണം അതാണ്.